വെൽക്കം ടു ഐഷൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മട്ടൻ കുറുമയുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മട്ടനാണ്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. സവാള 3 എണ്ണം, 2 തക്കാളി, പച്ചമുളക് 3 എണ്ണം, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, 4 സ്പൂൺ വറുത്തരച്ച തേങ്ങ, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി. ഇതൊരു തേങ്ങയുടെ 1-ാം പാലാണ്. പിന്നെ അരക്കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ വെച്ചിട്ട് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടൈം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ചു നേരം മൂടി വെക്കാം. അപ്പോൾ ഇതാ എല്ലാം നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ അടുക്കി പിടിക്കാതെ കുറച്ച് ടൈം ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാല നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 3 വിസിലടിപ്പിക്കാം. പിന്നീട് ഫ്ലെയിം ലോ ആക്കി കൊടുത്ത് 4 വിസിലടിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറക്കാം. ഇതാ മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ശേഷം എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടൈം ഉപ്പ് നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ മട്ടൻ കുറുമ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.